ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇറച്ചിപ്പത്തിരിയാണ്. വളരെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ വളരെ എളുപ്പം നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഇറച്ചിപ്പത്തിരി. ഇറച്ചിക്ക് പകരം നമ്മൾക്ക് മുട്ട വെച്ചും ഉണ്ടാക്കാൻ സാധിക്കും ഈ ഒരു വിഭവം. അത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇറച്ചിപ്പത്തിരി. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് ഒരു വലിയ സവോള നീളത്തിലരിഞ്ഞ് ഒന്ന് കൈകൊണ്ടൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് തിരുമ്മി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അല്ലികളൊക്കെ ഒന്ന് വേർതിരിച്ച് കിട്ടും. അതിനായിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് കൈകൊണ്ടൊന്ന് തിരുമ്മി ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾക്കൊന്ന് എണ്ണയിലൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളുടെ സവോള ഒന്ന് സോഫ്റ്റായിട്ട് പെട്ടെന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം വീണ്ടും നമ്മൾക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പിടുമ്പോൾ നമ്മളുടെ സവോള പെട്ടെന്ന് നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടും അല്ലേ. ഇനി അതിലേക്ക് നമ്മൾക്ക് 2 തണ്ട് കറിവേപ്പില ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് നുറുക്കിയിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മുറിച്ച് കൈ കൊണ്ടൊക്കെ മുറിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ കറിവേപ്പിലയുടെ മണവും ഗുണവും ഒക്കെ നമ്മളുടെ കറിയിലേക്ക് പെട്ടെന്ന് ഇറങ്ങിക്കിട്ടും. വീണ്ടും അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് നമുക്കൊന്ന് എല്ലാം കൂടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും നമ്മൾക്ക് അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. നമ്മളുടെ സവോള ഇപ്പോൾ ചെറുതായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. 1 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തു. 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ 1 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ മസാലകളെല്ലാം ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ആ സമയം നമ്മൾക്ക് 2 ടേബിൾ സ്പൂണോളം വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ ആ മസാലകളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾക്ക് കുറച്ച് ബീഫ് ഞാൻ കുറച്ച് മസാലകളൊക്കെ ഇട്ട് ഉപ്പും മസാലകളും കുറച്ച് മസാലകളൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുത്ത് അതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്ത് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇറച്ചിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ ടേസ്റ്റാണല്ലേ. ഇറച്ചിയിട്ട് നമ്മൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലേ. അതും എനിക്ക് തോന്നുന്നു ചിക്കനെക്കാട്ടി നല്ലത് ബീഫായിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഇനി അതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് ഇളക്കി ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മളുടെ മസാലകളൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. ആ സമയം നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് ഞാൻ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടിയിലാണ് നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നത്. അതിലേക്ക് 1 മുട്ട ഉടച്ചൊഴിച്ചിട്ട് കൊടുത്തു. അതുപോലെ തന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കലക്കിയെടുക്കണം നമ്മളുടെ മാവ്. ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കലക്കിയെടുക്കാം. നമ്മൾക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇളക്കി അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്.
നമ്മളുടെ കട്ടകളൊക്കെ ശരിക്ക് ഉടഞ്ഞ് അതുപോലെ തന്നെ ആ മുട്ടയൊക്കെ എല്ലായിടത്തും ഒക്കെ ഒന്ന് യോജിച്ച് കിട്ടണം. മിക്സിയിലിട്ട് തന്നെ ഒന്ന് കറക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കലക്കിയതിന് ശേഷം മിക്സിയിലിട്ട് കറക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മളുടെ മിക്സി ഇങ്ങനെ കറക്കുമ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മളുടെ മിക്സിക്ക് സ്റ്റക്കായി പോകും ചില സമയത്ത് വെള്ളം കുറഞ്ഞു പോയാൽ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോഴും നമുക്ക് അതിൻ്റെ പാകം അറിയാൻ പറ്റും. ഇനിയിപ്പം മിക്സിയിലിട്ട് അടിക്കുമ്പോഴും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ അത് അരിഞ്ഞു കിട്ടും. അരയാനൊന്നുമില്ല, ഒന്ന് കറങ്ങി അതൊന്നെല്ലാം കൂടി ഒന്ന് ചേർന്ന് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് മിക്സിയിലിട്ട് നമ്മളെപ്പോഴും ഗോതമ്പ് പൊടി ഇതുപോലെ ഒന്ന് കലക്കിയതിന് ശേഷം ഒന്ന് അടിച്ച് ദോശയൊക്കെ ഉണ്ടാക്കാൻ നേരത്തെ ഇങ്ങനെയൊക്കെ ഒന്ന് കലക്കിയതിന് ശേഷം ഒന്ന് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുഴച്ചതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുക്കുവാണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശയൊക്കെ നമുക്ക് ഉണ്ടാക്കുവാൻ പറ്റും. അപ്പം അങ്ങനെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് അത് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്കൊന്ന് ഒന്ന് മിക്സിയിലിടുന്ന അടിച്ചുകൊണ്ട് വരാം. ഇപ്പം ഞാൻ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഉണ്ടോ? ഇനി അഥവാ വെള്ളം കൂടിപ്പോയാൽ ഇച്ചിരി പൊടിയിട്ടാൽ മതിയല്ലോ. പൊടിയിട്ട് ഒന്ന് കുറുക്കിയെടുത്താൽ മതി, കലക്കിയെടുത്താൽ മതി. ഇപ്പം ഞാൻ പാകത്തിന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾക്ക് വീണ്ടും ഒരു നോൺ സ്റ്റിക്ക് പാൻ ഒന്ന് ചൂടാകാനായിട്ട് വയ്ക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കുക. നമ്മളിതിലാണ് ഇറച്ചിപ്പത്തിരി സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് എല്ലായിടത്തും ഒന്ന് ചിറ്റിച്ചെടുത്തു. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു 10 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ആ വെളുത്തുള്ളി നമുക്കൊന്ന് ഇളക്കി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അതിലേക്ക് ഞാൻ ഒരു 2 വേപ്പിലയും കൂടി ഇതുപോലെ തന്നെ നുറുക്കിയിട്ട് കൊടുത്തു. വേപ്പിലയൊക്കെ ധാരാളം ഇടുന്നത് നല്ലതാണ്. നമ്മളുടെ ഇറച്ചിപ്പത്തിരിക്ക് ഒരു കാണാനും ഭംഗിയുണ്ടാകും, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വേപ്പിലയൊക്കെ നമ്മളുടെ ശരീരത്തിന് ഒത്തിരി നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എത്ര ഇട്ടാലും വളരെ നല്ലതാണ്. അപ്പം ഞാനത് ഒന്ന് ഇളക്കി ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ വെളുത്തുള്ളി. ആ ഒരു സമയം ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ഇറച്ചിപ്പത്തിരിയുടെ അടിഭാഗമാണല്ലോ നമ്മളിതിനകത്താണല്ലോ സെറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് നിരത്തി, അതുപോലെ തന്നെ ആ വേപ്പിലയൊക്കെ ഒന്ന് നിരത്തി, അതിൻ്റെ കൊടുത്ത് മല്ലിയിലയും ഒക്കെ ഒന്ന് നിരത്തിയിട്ടൊന്ന് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മളുടെ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മളുടെ മാവ്. ഇനി നമ്മൾക്ക് അതിലേക്ക് ഈ പകുതി മാവ് നമ്മൾക്ക് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഈ ഒരു രൂപത്തിൽ വീഴണം. ആ ഒരു രീതിയിൽ വേണം നമ്മളത് കലക്കിയെടുക്കാനായിട്ട്. അങ്ങനെ ആ മാവ് എല്ലാ സ്ഥലത്തും വരുന്ന വിധത്തിൽ ഇങ്ങനെ ഞാൻ ഈ ഒരു രീതിയിൽ ഞാനൊന്ന് നിരത്തി, ആ മാവ് ഒന്ന് നിരത്തി അതിൻ്റെ മുകളിൽ നിരത്തി ഒന്ന് ഒഴിച്ചു കൊടുത്തു. അത്രയും മതി. നമുക്കൊന്ന് ഇതുപോലെ തന്നെ സ്പൂൺ വെച്ച് ഒന്ന് എല്ലാ സ്ഥലത്തും വരുന്ന വിധത്തിൽ ഒന്ന് പരത്തി കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ മസാലക്കൂട്ട് ഇപ്പം തണുത്തിട്ടുണ്ട്, ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മസാലക്കൂട്ടിൻ്റെ പകുതി ഭാഗം എടുത്ത് അതിൻ്റെ മുകളിലേക്ക് കൈകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതുപോലെ ഒന്ന് വെതറി ഇട്ട് കൊടുക്കാം. എല്ലാ സ്ഥലത്തും ചെല്ലുന്ന വിധത്തിൽ നമ്മൾക്ക് കൈകൊണ്ട് ഇതുപോലെ സ്പൂൺ കൊണ്ട് കോരിയാൽ അത്ര ശരിയാവത്തില്ല. അത് എല്ലാം കൂടി ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ചിക്കി എല്ലാ ഭാഗത്തും നമ്മളുടെ മസാല എത്തുന്ന വിധത്തിൽ നമുക്കിട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ മസാല വെതറി ഇട്ടിട്ടുണ്ട്, കണ്ടോ? ഈ ഒരു രീതിയിൽ നമുക്ക് മസാലകൾ ഇങ്ങനെ മുകളിലെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ തീ വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഓഫ് ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് തീ ഓണാക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ആ മാവും കൂടി നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയം നമ്മൾക്ക് ഒന്നുകിൽ തീ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വയ്ക്കാവുള്ള, പെട്ടെന്ന് നമ്മളുടെ അടിഭാഗം വെന്ത് കിട്ടുമോ, വേഗമല്ലോ. നമ്മൾ വേറെ അടിയിലൊന്നും വെച്ചിട്ടില്ല, നേരിട്ട് തന്നെ നമ്മളുടെ പാനാണല്ലോ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വളരെ ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ആ മാവ് എല്ലായിടത്തും വരുന്ന വിധത്തിലൊന്ന് ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ള ആ മസാല നമ്മൾക്ക് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ സ്ഥലത്തും ആ മസാല വരണം. നമ്മൾ ഇറച്ചി മസാലയാണല്ലോ, അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഇട്ടാലേ നമ്മൾക്കത് കഴിക്കുമ്പോൾ, വേറെ കറിയൊന്നും നമ്മൾ ഇല്ലല്ലോ, വേറെ കറിയൊന്നും വേണ്ടല്ലോ, നമ്മുടെ ഇത് ഇറച്ചി മസാല ഉണ്ടല്ലോ, അത് മതി. അതുകൊണ്ട് തന്നെ ആ മാവിൻ്റെ എല്ലാ ഭാഗത്തും നമ്മളുടെ മസാല ചെല്ലണം, കണ്ടോ? ഈ ഒരു രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മസാല എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് മല്ലിയില കൂടി ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു 3 പേർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പത്തിരിയാണിത്. വീണ്ടും ഞാൻ 2 തല വേപ്പില ഇതുപോലെ തന്നെ നുറുക്കി അതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുത്തു. അത് സെറ്റ് ആകുമ്പോൾ നല്ല ഭംഗിയുമായിരിക്കും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും നമ്മളുടെ വേപ്പിലയും മല്ലിയിലയും അതുപോലെ തന്നെ ഇറച്ചി മസാലയും എല്ലാം. അതിനുശേഷം ഇതുപോലെ നമ്മൾക്ക് ആ സ്റ്റിക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് ഇലകളൊക്കെ വേപ്പിലയും മല്ലിയിലയും മസാലകളൊക്കെ ഇങ്ങനെ ഒന്ന് താത്തി കൊടുക്കാം. മാവിലേക്ക് ഒന്ന് താന്നു പോകും, ഒത്തിരി താഴരുത്, എന്നാലും പിടിച്ചിരിക്കുന്ന വിധത്തിൽ ഇങ്ങനെ ഒന്ന് നമുക്ക് പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാം സെറ്റാക്കി ഇനി നമ്മൾക്ക് ഒരു 10 മിനിറ്റ് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അതിനായിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. 10 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്, കണ്ടോ? നമ്മളുടെ ലോ ഫ്ലെയിമിലായിരിക്കണം, അടിഭാഗം കരിഞ്ഞു പോകരുത്. ഇപ്പം നമ്മളുടെ മോളൊക്കെ സെറ്റായിട്ടുണ്ട്. കൈ കൊണ്ട് തൊടുമ്പോൾ നമ്മുടെ കയ്യിൽ പറ്റാതിരിക്കുമ്പോൾ നമ്മൾക്കറിയാം അത് സെറ്റായിട്ടുണ്ടെന്ന്. അതിനുശേഷം ഞാൻ വേറൊരു പാൻ വെച്ച് കൊടുത്തു. അതിലേക്ക് ഞാൻ സ്വല്പം എണ്ണ തൂത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരിച്ചിരി കൂടി എണ്ണ വേണം, അതും കൂടി ഞാൻ ഒഴിച്ചു. ഒരു ടീസ്പൂൺ എണ്ണ മതി, കണ്ടോ? ആ എണ്ണ ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തു. നമുക്കൊന്ന് മറിച്ചിടണം, നമ്മളുടെ ആ മുകൾ ഭാഗം കൂടി ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. അതിനായിട്ട് നമ്മളതിലേക്ക് മറിച്ചിട്ട് കൊടുത്തു, കണ്ടോ? അതിൻ്റെ അടിഭാഗമൊക്കെ കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ നമ്മളുടെ ഇലകളെല്ലാം അതുപോലെ ആ മസാലകളെല്ലാം അതിൽ പിടിച്ച് വളരെ ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കരിയാതെ നമ്മൾക്ക് കിട്ടണം, തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും. അങ്ങനെ നമ്മളുടെ അടിഭാഗമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ വീണ്ടും അത് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് മൂടി വയ്ക്കുക. ഇപ്പോൾ കണ്ടോ, ഞാനതൊരു പ്ലേറ്റിലേക്ക് 5 മിനിറ്റ് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മറിച്ചിട്ടിട്ടുണ്ട്, കണ്ടോ? 2 ഭാഗവും മൊരിഞ്ഞിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ഇറച്ചി പത്തിരി ഇവിടെ റെഡിയായി. വളരെ എളുപ്പമല്ലേ? ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഹെൽത്തിനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഒത്തിരി എണ്ണയൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതിലാവശ്യത്തിന് വേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും അതുപോലെ ഇറച്ചിയും എല്ലാം കൂടി ചേർന്ന ഒരു വിഭവമാണ്. അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കണ്ടോ? അത് മുറിച്ച് കഴിഞ്ഞപ്പോൾ ചൂടോടെ ഞാൻ മുറിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇച്ചിരി വിട്ടു പോരാനൊരിച്ചിരി ബുദ്ധിമുട്ടുണ്ട്.
അതാണെന്ന് വെച്ചാൽ ചൂടോടെ കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ചൂടോടെ മുറിച്ചത്. കണ്ടോ കണ്ടോ നമ്മളുടെ ഇറച്ചിപ്പത്തിരിയുടെ ഉൾഭാഗവും കണ്ടോ, നല്ല സോഫ്റ്റാണ്. കണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് കഴിച്ച് നോക്കണം, ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.